വഴിയരികിൽ കണ്ട ഒരു അത്ഭുത ദൃശ്യമാണ് നിങ്ങൾ ഈ കാണുന്നത്. ദ്രവിച്ച മരത്തിന്റെ ശൽക്കങ്ങളെന്ന് തോന്നുന്നു. സാലിഹ് നബി അലൈഹി സ്വലാമിൻ്റെ മക്ബറ സിയാറത്തൊക്കെ കഴിഞ്ഞ് ഏകദേശം 1-2 മണിക്കൂറോളത്തെ യാത്രയും കഴിഞ്ഞ് വഴിയരികിൽ കണ്ട ഒരു പാർക്കിൽ ഞങ്ങൾ കയറി. അവിടെ കണ്ട കാഴ്ച മനസ്സിന് വളരെ സന്തോഷം നൽകുന്ന ഒന്നാണ്. ഫ്രാങ്കിൻസെൻസ് ചെടികൾ, കുന്തിരിക്കത്തിൻ്റെ ചെടികൾ അവിടെ പ്രത്യേകം നട്ടു വളർത്തിയിരിക്കുന്നത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. കുന്തിരിക്കത്തിൻ്റെ ചെടി ഇവിടെ കണ്ടതും അതിൽ നിന്ന് കുന്തിരിക്കം അടർത്തിയെടുക്കാൻ കഴിഞ്ഞതുമൊക്കെ മനസ്സിന് വളരെ സന്തോഷം നൽകുന്ന സംഭവങ്ങളായിരുന്നു. കുന്തിരിക്കത്തിൻ്റെ മനംമയക്കുന്ന സുഗന്ധവുമൊക്കെ ആസ്വദിച്ച് മുന്നോട്ടു പോയി വഴിയരികിൽ കണ്ട ഒരു അത്ഭുത ദൃശ്യമാണ് നിങ്ങൾ ഈ കാണുന്നത്. ദ്രവിച്ച മരത്തിൻ്റെ ശൽക്കങ്ങളെന്ന് തോന്നുന്ന വിധത്തിലുള്ള പാറക്കെട്ടുകളുടെ ശിഖരങ്ങൾ മുകളിലെ കുന്നിൽ നിന്ന് താഴേക്ക് ഉരുകി വീഴാൻ പോകുന്നു എന്ന നിലയിൽ നിൽക്കുന്ന ചില രൂപം. അതിൽ നിന്ന് താഴേക്ക് ഇറ്റുവീഴുന്ന വെള്ളത്തുള്ളികൾ, ചെറിയ രീതിയിലുള്ള വെള്ളം താഴെ തളം കെട്ടി നിൽക്കുന്ന കാഴ്ചയും നിങ്ങൾക്ക് കാണാവുന്നതാണ്. നാത്തിഫ് വെള്ളച്ചാട്ടം സലാലയിൽ നിന്ന് മിർബാത്ത് വഴി സാലിഹ് നബി അലൈഹി സ്വലാമിൻ്റെ മക്ബറയും കഴിഞ്ഞ് കണ്ടാൽ ഏത് നിമിഷവും മുകളിൽ നിന്ന് താഴേക്ക് വീഴുന്ന ഏതോ പർവ്വതത്തിൻ്റെ ശിഖരൻ പോലെയാണ് ഇത് കാണപ്പെടുന്നത്. പക്ഷേ വർഷങ്ങളായി അതൊരു അത്ഭുത പ്രതിഭാസമായി ഇവിടെ നിൽക്കുന്നു എന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. إليك قلبا يذوب حبا بالنور والإيمان إليك قلبا يذوب حبا بالنور والإيمان بالنور والإيمان. അടുത്ത ദിവസം വെള്ളിയാഴ്ച രാവിലെ ഞങ്ങൾ നേരെ എത്തിയത് ഒമാനിൽ നിന്നും ആദ്യമായി ഇസ്ലാം മതം സ്വീകരിച്ച സ്വഹാബിയായ മാസിൻ ബിൻ ഗദൂബ റളിയല്ലാഹു അൻഹുവിൻ്റെ മക്ബറയിലേക്കാണ്. മാസിൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഇസ്ലാം മത പ്രവേശനവുമായി ബന്ധപ്പെട്ട ചരിത്രം നമുക്ക് ഇതിൽ നിന്നും വായിച്ചു മനസ്സിലാക്കാവുന്നതാണ്. ഒമാനിൻ്റെ പൂർവ്വചരിത്രവും നിലവിലെ സമ്പൽ സമൃദ്ധിയും പ്രൗഢിക്കുമൊക്കെ കാരണം മാസിൻ റളിയല്ലാഹു അൻഹു ആവശ്യപ്പെട്ടതനുസരിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒമാനിന് വേണ്ടി നടത്തിയ പ്രാർത്ഥനയുടെ പ്രതിഫലനങ്ങളാണ് എന്ന് ഈ ചരിത്രത്തിൽ നിന്ന് വായിച്ച് നമുക്ക് മനസ്സിലാക്കാം.
عزيما تقول لي الحياة يا رائعا يحث أصحابه على طلب الرزق فلما هاجر صلى الله عليه وسلم من مكة المكرمة إلى المدينة المنورة وجد أن اليهود قد مسكوا بزمام الأمور في المدينة. വെള്ളിയാഴ്ചയിലെ ജുമാ നിസ്കാരത്തിന് വേണ്ടി കയറിയ ഒമാനിലെ ഒരു പള്ളിക്കുള്ളിലെ കാഴ്ചകളാണ് ഈ കാണുന്നത്. Thank you for watching. Like, subscribe and comment your opinions. Stay tuned for next episode from Iraqib.